ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ്, ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട്സ്. അപ്പോൾ എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നാരോ പൾസസ് എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി, അതായത് ഔട്ട്പുട്ട് വിൽ ബി ദ ഡിഫറൻഷ്യൽ ഓഫ് ദ ഇൻപുട്ട്. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ഡിഫറൻഷ്യൽ ആയിരിക്കും. ദറ്റ് ഈസ് വി നോട്ട് ഈസ് പ്രപ്പോർഷണൽ ടു ഡി വി ഐ ബൈ ഡി ടി ആയിരിക്കും. അപ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റിക്കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു കെ ഡി വി ഐ ബൈ ഡി ടി. അപ്പം ഔട്ട്പുട്ട് വിൽ ബി പ്രപ്പോർഷണൽ ടു ദ ഡിഫറൻഷ്യൽ ഓഫ് ദ ഇൻപുട്ട് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. അങ്ങനെയുള്ള സർക്യൂട്ട്സിന് പറയുന്ന പേരാണ് ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട്. അതിന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എ കപ്പാസിറ്റർ ആൻഡ് എ റെസിസ്റ്റർ. ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് കിട്ടും. ഇത് ആർ സി ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡി വി എ ബൈ ഡി ടി കിട്ടുന്നതെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ അകത്ത് ഈ ദ റിയാക്റ്റൻസ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എക്സ് സി ആണല്ലോ. എക്സ് സിയുടെ ഇക്വേഷൻ എന്താണ്? 1/2π എഫ് സി എന്നുള്ളതാണ് റിയാക്റ്റൻസ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇൻഡക്ടറിൻ്റെ ആണെങ്കിൽ എന്താണ്? എക്സ് എൽ ഇസ് ഈക്വൽ ടു 2π എഫ് എൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് റെസിസ്റ്റൻസും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉടനെ എക്സ് സി ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, എക്സ് സി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ആർ. അപ്പോൾ എക്സ് സിയുടെ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു 1/2π എഫ് സി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 1/2π എഫ് സി വെരി വെരി ഗ്രേറ്റർ ദാൻ ആർ. അപ്പം 1/2π ആർ സി വെരി വെരി ഗ്രേറ്റർ ദാൻ എഫ് എന്ന് കിട്ടി. അപ്പോൾ വാട്ട് ഈസ് എഫ്? എഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെരി വെരി ലെസ് ദാൻ 1/2π ആർ സി എന്ന് കിട്ടി. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു 1/f ആണ് നമുക്കറിയാമല്ലോ. ദാറ്റ് ഈസ് 1/2π ആർ സി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1/t എന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെയും തിരിച്ചിട്ടു, ഇതിനെയും തിരിച്ചിട്ടു. അപ്പം അതായത് 1/2 ആണോ വലുത്, 1/3 ആണോ വലുത്? 2 ലെസ് ദാൻ 3 ആണ്. മനസ്സിലായോ? 2 ലെസ് ദാൻ 3 ആണ്, പക്ഷെ 1/2 ഗ്രേറ്റർ ദാൻ 1/3 ആണ്. അപ്പോൾ തിരിച്ചിടുമ്പം ഇത് സൈൻ മാറി. അപ്പം 2π ആർ സി ഈസ് വെരി വെരി ലെസ് ദാൻ ടി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇതിനെയാണ് ടോ എന്ന് വിളിക്കുന്നത്. ഇതിനാണ് ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. 2π ആർ സി എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആണ് ഈ ടോ എന്ന് പറഞ്ഞാൽ. ടോ ഈസ് വെരി വെരി ലെസ് ദാൻ ടി. അപ്പം അതാണ് ആർ സി ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി നോട്ട് ഈസ് ഈക്വൽ ടു കെയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു? ആർ സി എന്നുള്ള കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആർ സി ഡി വി ഐ ബൈ ഡി ടി എന്ന് കിട്ടി. അപ്പോൾ നല്ലതായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോ അല്ലെങ്കിൽ ആർ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.1 ടി ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആർ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.1 ടി ആണെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ദെൻ ഈ ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ടിൻ്റെ മറ്റൊരു പേരാണ് ഹൈ പാസ് ഫിൽട്ടർ. എന്തുകൊണ്ടാണ് ഹൈ പാസ് ഫിൽട്ടർ? നിങ്ങൾക്കറിയാം, ഈ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? എ സി സിഗ്നൽസിനെ പാസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ പാസ് ചെയ്യുന്നു ഔട്ട്പുട്ടിലേക്ക്. അപ്പം അതെന്ത് ചെയ്യുന്നു? ബൈപ്പാസ് ചെയ്ത് ഇങ്ങോട്ടല്ല കടത്തി വിടുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസീസിനല്ലേ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യും, ലോ ഫ്രീക്വൻസീസിനെ ബ്ലോക്ക് ചെയ്യും. അതാണ് ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു 1/2π എഫ് സി എന്നുള്ളത് പഠിച്ചു. അപ്പോൾ എപ്പോഴാണ് റിയാക്റ്റൻസ് കൂടുന്നത്? റിയാക്റ്റൻസ് കൂടുന്നത് എഫ് എന്ന് പറയുന്നത് കൂടുമ്പോൾ റിയാക്റ്റൻസ് കുറയും. എഫ് കുറയുമ്പോൾ എന്ത് ചെയ്യും? റിയാക്റ്റൻസ് കൂടും. മനസ്സിലാവണം. അപ്പോൾ ഡി സിക്ക് എന്ത് ചെയ്യും? ഹൈ റിയാക്റ്റൻസ് ആയിരിക്കും ഇത് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നാരോ പൾസസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും സ്ക്വയർ വേവ് ഫോമിൽ നിന്ന്. അതേപോലെ തന്നെ സ്റ്റെപ്പ് വേവ് ഫോം റാമ്പ് ഇൻപുട്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ട്രയാങ്കിൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ സ്ക്വയർ വേവ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് പല വേവ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് യൂസ് ചെയ്ത് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഇൻപുട്ടിൽ നമ്മളൊരു സ്ക്വയർ വേവ് നമ്മൾ കൊടുക്കുമെന്ന് വിചാരിച്ചോ, ഒരു പൾസ് നമ്മൾ കൊടുക്കുമെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പോയിന്റിൻ്റെ ഡിഫറൻഷിയേഷൻ എന്താ? ഇപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എ കോൺസ്റ്റൻറ്റ് നമുക്കറിയാം. ഡി ബൈ ഡി ടി ഓഫ് എ കോൺസ്റ്റൻറ്റ് എന്താണ്? 0 അല്ലേ? അപ്പോൾ ഈ പോയിന്റിനും 0 ആയിരിക്കും. ഇവിടെയൊക്കെ എന്തായിരിക്കും? ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഈ കോൺസ്റ്റൻ്റ് ആകുന്ന മൊമെൻറ്റിലെല്ലാം ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. കോൺസ്റ്റൻ്റ് ആകുന്ന മൊമെൻറ്റ്സിലെല്ലാം ഔട്ട്പുട്ട് 0 ആണ്. എന്നാൽ
ഔട്ട്പുട്ട് എപ്പോഴാണ് ഉള്ളത്, ഈ ഒരു ചേഞ്ച് ഇല്ലേ, അതായത് ഈ ഹൈ ടു ലോ വോൾട്ടേജ്, ലോ ടു ഹൈ വോൾട്ടേജ്, ഹൈ ടു ലോ വോൾട്ടേജ്, ഈ ഒരു ചേഞ്ചസ് ഇല്ലേ, ആ സമയത്ത് മാത്രമാണ് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അതേപോലെ ഇത് ഡിസ്ചാർജിങ് ടൈം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ. ഡിസ്ചാർജിങ് ടൈം തീരെ കുറവാണെങ്കിൽ എന്ത് മാത്രമേ കാണത്തുള്ളൂ, ഈ ഒരു വേവ് മാത്രമേ കാണത്തുള്ളൂ. ഈ ഔട്ട്പുട്ടിൽ എന്ത് മാത്രമേ കാണത്തുള്ളൂ, ഈ ഒരു ലൈൻ മാത്രമേ കാണത്തുള്ളൂ. ഈ ഒരു വേവ് പോലും കാണത്തില്ല. ഡിസ്ചാർജിങ് ടൈം കുറയുവാണ്, അല്ലെങ്കിൽ ഡിസ്ചാർജിങ് ടൈം കുറയുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻഷ്യേറ്റർ പഠിക്കത്തില്ല. ഡിഫറൻഷ്യേറ്ററിനകത്ത് പഠിച്ച എന്താ, കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്, 0. ശരിയാണ്, കോൺസ്റ്റൻ്റ് ആകുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്താണ്, ശരിക്കും പറഞ്ഞാൽ 0 ആണ് വരുന്നത്. അതായത് നിങ്ങൾ ഇത് കൺസിഡർ ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 0 ആണ് വരുന്നത്. എന്നാൽ ചേഞ്ച് വരുന്ന മൊമെൻറ്റ്സിലെല്ലാം ഔട്ട്പുട്ട് ഉണ്ട്. അതാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഇൻഫിനിറ്റിയാണ്. ഹൈ ടു ലോ, ലോ ടു ഹൈ ട്രാൻസിഷൻസ് ഒക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ മൊമെൻറ്റ്സിൽ മാത്രം ഇൻഫിനിറ്റി ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഏതൊക്കെ മൊമെൻറ്റ്സിലാണോ ഒരു ചേഞ്ച് ഉള്ളത്, ആ ചേഞ്ച് ഉണ്ടാകുന്ന മൊമെൻറ്റ്സിലൊക്കെയാണ് എന്ത് സംഭവിച്ചേക്കുന്നത്, ഔട്ട്പുട്ടിൽ വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു. വി വിൽ ഡിസ്കസ് more about the integrated circuit in the next class. So thank you.